കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. ഗീതുവും ഗോവിന്ദും കൂടെ ഒന്നാകാൻ വേണ്ടിയിട്ട് നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് പോവാണ്. അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് അവരാ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. കാരണം അവിടെ അവര് ചെല്ലൂന്ന് രാധികാമ്മയ്ക്ക് അറിയായിരുന്നു. രാധികാമ്മ എന്ത് ചെയ്യണം, പൂട്ട് വരെ മാറ്റി. അങ്ങനെ കീ ഇട്ട് തുറക്കാൻ ശ്രമിക്കുമ്പോ ആ കഥക് തുറന്നില്ല. കാരണം എന്താ, പൂട്ട് സാധനം മാറ്റിയെന്ന് ഗീതുവിന് മനസ്സിലായി. ഈ സമയം ഗീതു പറഞ്ഞു, ഇപ്പൊ മനസ്സിലായല്ലേ രാധികാമ്മയുടെ ചതി എന്താന്ന്. നമ്മൾ രണ്ടുപേരും ഒരിക്കലും ഒന്നിക്കരുത്. അതിനു വേണ്ടിയിട്ടാണ് രാധികാമ്മ ഈ പണി തന്നിരിക്കുന്നത്. ഗീതുവിന് മനസ്സിലായി, താൻ രാധികാമ്മനെ വെല്ലുവിളിക്കാൻ കൂടി ചെയ്തിരിക്കുകയാണ്. രണ്ട് ദിവസം 2 ദിവസത്തിനുള്ള താനും കണ്ണേടനും ഒന്നാകുന്നുള്ള കാര്യം. പക്ഷെ ഇങ്ങനെ പോയിട്ടാണെങ്കിൽ അതിനൊരു സാധ്യം കാണുന്നില്ല. എവിടെയൊക്കെ ചെന്നോ അവിടെയെല്ലാം അവർ ഓരോ തന്ത്രങ്ങളും മെനഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഈ സമയം ഗോവിന്ദ് പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യും, നമുക്ക് ഇനിയിപ്പോ വീട്ടിൽ നിന്ന് പോകാനും പറ്റില്ലല്ലോ എന്ന് പറയണം. ഗീത പറഞ്ഞു, ഒരു ഐഡിയ ഉണ്ടെന്ന് പറയണേ. എന്ത്? അതൊക്കെ ഉണ്ടെന്ന് പറയണം. പിന്നീട് തന്റെ മനസ്സിലുള്ള ഐഡിയ ഒക്കെ ഗീത പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഗോവിന്ദ് പറഞ്ഞു, ശരിയാ, ആ ഐഡിയ വർക്കൗട്ട് ആവുമല്ലേന്ന് ചോദിക്കുക. അതെ, ആദ്യം നമ്മൾ അവരെ വിശ്വസിപ്പിക്കണം. നമ്മൾ രണ്ടിനും ഒരിക്കലും ഒന്നാകാൻ പോകുന്നില്ല, കട്ട അടിയാന്നുള്ള കാര്യം. അങ്ങനെ അടിച്ചു പിരിഞ്ഞെന്ന് വിശ്വസിപ്പിച്ചതിന് ശേഷം നമുക്ക് രണ്ടൊക്കെ യാത്ര പോവാം. രണ്ടുപേരും രണ്ടായിട്ട് വേണം വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട്. ഞാൻ വീട്ടിൽ നിന്ന് പിണങ്ങി പോകുന്നതായിട്ട് ഞാൻ ഇറങ്ങത്തുള്ളൂ. പിന്നീട് എന്താ സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം കണ്ണേട്ടനറിയാലോ. എല്ലാം ഞാൻ വിശദമായിട്ട് പറയാന്ന് പറയാം. അങ്ങനെ വലിയ പ്ലാനൊക്കെ അവരുണ്ടാക്കി. അങ്ങനെ അവര് അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇറങ്ങിക്കഴിഞ്ഞ് കാറിൻ്റെ അരിയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഗോവിന്ദ് പറഞ്ഞു, എന്നാലും നിന്റെ മനസ്സിൽ ഇത്രമാത്രം ഐഡിയകൾ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പറയാ. ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു പറയാം. ഗീത പറഞ്ഞു, എന്ത് ചെയ്യാം, ആവശ്യം എന്റേതായി പോയില്ലെന്ന് പറയണേ. ആവശ്യം അതെന്താ അങ്ങനെ പറഞ്ഞേ? ഒന്നുമില്ലാന്ന് പറയണേ. രാധികാമ്മനെ വെല്ലുവിളിച്ച കാര്യം ഗീതു പറഞ്ഞില്ല. അത് അറിഞ്ഞിട്ടുണ്ട് കണ്ണേട്ടൻ എന്ത് വിചാരിക്കും തന്നെ കുറിച്ച്, അതുകൊണ്ട് അത് പറഞ്ഞില്ല. പിന്നീട് ഗോവിന്ദ് ഗീതുവിന്റെ അരിയിലേക്ക് വരുവാണ്. ഗീതുവിന്റെ അരിയിലേക്ക് വന്നിട്ട് ആ നെറ്റിയിൽ ഒരു ഉമ്മയും കൂടെ കൊടുക്കാൻ തുടങ്ങണം. പെട്ടെന്ന് ഗീതുവും കൂടെ കൈയും തട്ടിമാറ്റി. അതെ, അങ്ങനെ ഇപ്പൊ വേണ്ട. ഇപ്പൊ വളർത്തമ്മ കാരണം നല്ലൊരു ദിവസമാണ് നമ്മുടെ നഷ്ടമായി പോയത്. ഒരു കാര്യം ചെയ്യാം, ആദ്യം നമ്മൾ പറഞ്ഞ ഐഡിയ പ്രയോഗിക്കുക, അത് വർക്കൗട്ട് ആകട്ടെ എന്ന് പറയണം. ഈ സമയം ഗോവിന്ദ് പറഞ്ഞു, ഗീതു പ്ലീസ് എന്ന് പറയണം. ഒരു പ്ലീസും ഇല്ല, ആദ്യം നമ്മുടെ ഐഡിയ ഒക്കെ വർക്കൗട്ട് ആകട്ടെ, കേറാൻ പറയാണ്. അങ്ങനെ രണ്ടുപേരും വീട്ടിലേക്ക് പോവാ. ഈ സമയം രാധികാമ്മയ്ക്ക് മനസ്സിലായി അവർ രണ്ടുപേരും ഗസ്റ്റ് ഹൗസിലേക്ക് ചെന്ന് കാണും. അവിടെ ചെന്ന് കഴിയുമ്പോഴല്ലേ പണി കിട്ടുന്നത്. ഗീതുവിനൊരു വിചാരമുണ്ട് തന്നെ തോൽപ്പിക്കാന്ന്. അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല. അവള് മനസ്സിൽ കാണുമ്പോൾ താൻ മാനത്ത് കാണും. അവരങ്ങോട്ട് പോകുന്ന തനിക്കറിയായിരുന്നു. അതുകൊണ്ടല്ലേ നേരത്തെ തന്നെ അതിന്റെ പൂട്ടൊക്കെ മാറ്റി വേറെ പൂട്ട് പിടിപ്പിച്ചേ. തന്നോടാ കളി. ഈ സമയം വരുണ് വന്നിട്ട്, എന്താ അമ്മ തന്നെ ഇരുന്ന് സംസാരിക്കുന്നത് എന്താന്നിരിക്കും. ഒന്നുമില്ല, എന്തോ കാര്യമായിട്ടുണ്ടല്ലോ. ഞാൻ ഗീതുവിന്റെയും ഗോവിന്ദൻ കാര്യം ഓർത്താന്ന് പറയും. എന്താമേ എന്ത് പറ്റിയെന്ന് ചോദിക്കാം. ഗീതു ഗോവിന്ദനോട് പ്രണയം പറയാനായിട്ട് ഇങ്ങനെ ഓടി നടക്കുക. പക്ഷെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. അവർക്ക് രണ്ടും ഒന്നാകാനായിട്ടുള്ള അവസരങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയാം. അല്ല, ഇപ്പൊ അമ്മ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇപ്പൊ ഒരു പ്ലാൻ ചെയ്ത് ഞാൻ ഒരു പണി കൊടുക്കുകയും ചെയ്യുമെന്ന് പറയാം. പിന്നീട് കാര്യങ്ങളെല്ലാം വരുണിനോട് പറയാം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വരുമ്പോൾ കൊള്ളാം, അത് സൂപ്പർ ആയിട്ടുണ്ട്. ഒരു കാരണവശാലും അവർ ഒന്നാകാൻ പാടില്ല. എത്രയും പെട്ടെന്ന് തന്നെ അവർ ഡിവോഴ്സ് നടക്കണം അമ്മേ. കൂടിപ്പോയ 2 മാസം. 2 മാസത്തിനുള്ള അവളെ ഇവിടുന്ന് പടി ഇറക്കി വിടണമെന്ന് പറയാം. രാധിക പറഞ്ഞു, ഇങ്ങനെ പോയാൽ അധികം വൈകാതെ തന്നെ ഞാൻ നടക്കും. അവ പ്രിയമോളെ കയ്യിലെടുക്കാനായിട്ട് കുറച്ച് പണികളൊക്കെ നടത്തിയതാ. പക്ഷെ ഞാൻ ഇതെല്ലാം കൈയോടെ അങ്ങോട്ട് പൊളിച്ചടുക്കിന്ന് പറയാണ്. ഈ സമയത്താണ് ഗീതവും ഗോവിന്ദും കൂടെ അങ്ങോട്ട് വരുന്നത്. പിന്നീട് ഗീതു ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാ. നേരെ പ്രിയയുടെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുന്നേ. ഈ സമയം ഗോവിന്ദ് അങ്ങോട്ട് കയറി പോകാൻ തുടങ്ങിയപ്പോൾ രാധിക പറഞ്ഞു, അല്ല കണ്ണ, നീ എങ്ങോട്ട് പോയതാന്ന് ചോദിക്കുക. അല്ലമ്മ, ഞാൻ ഓഫീസിൽ പോയതാ. ഓഫീസിൽ പോയിട്ട് എത്ര താമസിച്ച? അല്ല, ഓഫീസിൽ പോയിട്ട് 1-2 കാര്യങ്ങളുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാന്ന് പറയണം. അങ്ങനെ. പിന്നെ എനിക്ക് പ്രധാനപ്പെട്ട കാര്യം പറയണ്ട, നാളെ എനിക്കൊരു യാത്രയുണ്ടെന്ന് പറയാം. ഇത് കേട്ടതും രാധിക പറഞ്ഞു, യാത്ര എങ്ങോട്ട്? അത് ഓഫീസ് സംബന്ധമായ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യാത്രയാ, ഒരു പുതിയ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട യാത്രയാന്ന് പറയാം. ഇത് കേട്ടൻ രാധികാമ്മ ചോദിച്ചു, അല്ല നീ തന്നെയാണ് പോന്നേ? അതെ, ഞാൻ തന്നെയാ പോണേന്ന് പറയാം. ഇത് കേട്ടൻ രാധികാമ്മയ്ക്ക് സമാധാനമായി. 2 ദിവസവും മാറി നിൽക്കട്ടെ. 2 ദിവസത്തേന് അവള് തന്നെ വെല്ലുവിളിച്ചിരിക്കുന്ന ഗീതു. 2 ദിവസത്തിനുള്ള ഇവർ രണ്ടുപേരും ഒന്നിക്കുമെന്നും പറഞ്ഞോണ്ട് ഒന്നിച്ചൊന്ന് കണ്ടത് തന്നെ. ഈ സമയത്ത് ഗീതു അങ്ങോട്ട് വന്നു. ഗീതു വന്നിട്ട് ചോദിച്ചു, അല്ല കണ്ണേട്ടൻ അങ്ങോട്ട് യാത്രയുണ്ടെന്ന് പറഞ്ഞു. അതെന്തിനാ നീ അറിയണേ? എങ്ങോട്ട് യാത്രയാണെന്ന് ഞാൻ വരുമെന്ന് പറയാം. ഇത് കേട്ടേൻ രാധികാൻ പറഞ്ഞു, അതിന് അവൻ പോകുന്നതിന് നീ എന്തിനാ പുറകെ പോണേന്ന് ചോദിക്കുക. അല്ലെങ്കിൽ നിനക്ക് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങളിപ്പോ ഭാര്യ ഭർത്താക്കന്മാരല്ലോ എന്ന് പറയണേ. ഭാര്യയാളും കൊള്ളാം, ഭർത്താവാളും കൊള്ളാം, ഞാൻ ഉറപ്പായിട്ടും ഗോവിന്ദന്റെ കൂടെ വരുമെന്ന് പറയാം. ഇത് കേട്ടൻ ഗോവിന്ദ് പറഞ്ഞു, അതിന്റെ കാര്യമില്ല. ഇനി എന്താണ് നിന്നെ കൊണ്ട് പോകാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ദേ പ്രിയമോൾ എന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അല്ല, പോയിട്ടും കാര്യമൊന്നുമില്ല. രണ്ടുപേരും 2 മുറിയിലല്ലേ, പിന്നെ എന്തിനാ വെറുതെ വരുന്നേ?
അതിന്റെ കാര്യമൊന്നുമില്ല. ഇനിയിപ്പോ കുറച്ചു ദിവസം കഴിയുമ്പോൾ നമ്മൾ എന്തായാലും ഡിവോഴ്സ് വാങ്ങേണ്ടവരാ. അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പം അഭിനയം ഞാനും കൂടെ നിർത്തിയെന്ന് പറയാ. ഇനിയിപ്പൊ പ്രേമോക്ക് സത്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇനിയിപ്പൊ അഭിനയിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ തന്നെ പോന്നോളൂ, നീ എന്റെ കൂടെ വരണ്ടെന്ന് പറയാ. ഇത് കേട്ടോ ഗീത പറഞ്ഞു, ഭാര്യ എന്നല്ല ലേവൽ ഇപ്പോഴും എനിക്കുണ്ട്, അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും ഗോവിന്ദന്റെ കൂടെ വരുമെന്ന് പറയാ. ഇത് കേട്ട പ്രിയ പറഞ്ഞു, അല്ല ഗോവിന്ദന് ഇഷ്ടമില്ല, പിന്നെ എന്തിനാ ഗീത ചേച്ചിയാ കൂടെ പോണേന്ന് ചോദിക്കാ. രാധികാമ്മ പറഞ്ഞു, ശരിയാ, വെറുതെ എന്തിനാ ഗീത നിന്ന് നാണം കെട്ട് പോന്നേ, അതിന്റെ കാര്യമൊന്നുമില്ല, നീ ഇവിടെ നിന്നാ മതി എന്ന് പറയാ. ഇത് കേട്ടെന്ന് ഗീത പറഞ്ഞു, ഓഹോ അങ്ങനെയാണല്ലേ, അപ്പൊ എനിക്ക് ഈ വീട്ടിലെ യാതൊരു വിലയില്ലല്ലേ, അപ്പൊ ഞാന് ഗോവിന്ദന്റെ ഭാര്യ എന്ന ലേബല് മാത്രമല്ലേ ഉള്ളൂ, പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് ഇറങ്ങിയേക്കാം, ഇനിയിപ്പൊ ഞാൻ നിങ്ങൾക്ക് ആർക്കും ഒരു ബാധ്യയാകുന്നില്ലെന്ന് പറയാം. ഇത് കേട്ടതും പ്രിയ പറഞ്ഞു, അല്ല ഗീത ചേച്ചി അങ്ങോട്ട് പോ, എനിക്ക് പോകാനാണ് ഇടയില്ലാത്തേ, എനിക്ക് അങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയാന്ന് പറയാ. എന്റെ കാര്യത്തിന് ഇനിയിപ്പൊ ആരും തലയിടണ്ട. അല്ല ഇനിയിപ്പൊ 2 മാസം കഴിയുമ്പോൾ ഡിവോഴ്സ് വാങ്ങി പോകാനുള്ളതല്ലേ ഞാന്, പിന്നെ ഞാനിവിടെ എന്താളും നിൽക്കുന്നില്ല എന്ന് പറയാ. എന്ന് പറഞ്ഞിട്ട് ഗീതു മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോവാ. മുറിയിലേക്ക് കയറിപ്പോയിട്ട് തൻ്റെതായ കുറെ സാധനങ്ങളൊക്കെ ഡ്രസ്സുകളെല്ലാം ഒരു ബാഗിനകത്തേക്ക് വെക്കുക. ഈ സമയത്ത് പെട്ടെന്ന് രഞ്ജുവും പ്രിയയും കൂടെ അങ്ങോട്ട് വന്നു. രഞ്ജുവും രേഹയും കൂടെ അങ്ങോട്ട് വന്നു. വന്നിട്ട് ചോദിച്ചു, എന്താ ഇതെന്താ ഇത് നീ കാണിക്കണേന്ന് ചോദിക്കുവാണ്. രേഹ, നീക്കെന്നാലും ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ, നിങ്ങൾ രണ്ടുപേരും നല്ല അടുപ്പത്തിലായിരുന്നല്ലോ, നല്ല സ്നേഹത്തിലായിരുന്നല്ലോ എന്ന് പറയാ. പെട്ടെന്ന് രഞ്ജു പറഞ്ഞു, നിങ്ങൾ പ്രണയം തുറന്നു പറഞ്ഞല്ലേ, ഒന്നാകാൻ വേണ്ടി ഇരിക്കുമല്ലായിരുന്നോ, പിന്നെ എന്തിനാ ഇപ്പൊ നീ വാരി കെട്ടി പോകാൻ നോക്കുന്നേ, നിനക്കിത് എന്ത് പറ്റി ഗീതു, വെറുതെ വഴക്കുണ്ടാക്കി പോകാൻ നോക്കണ്ട, കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ബോധിപ്പിച്ചോളാം, ഞാൻ എന്തേലും ചെയ്യാം, ഞാൻ ഗോവിന്ദനോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം, നീ ഇവിടുന്ന് പോവരുതെന്ന് പറയാണ്. ഇത് കേട്ടതും ഗീത പറയും, ഇനി ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എന്താളും ഞങ്ങൾ രണ്ടുപേരും നമ്മൾ ഒത്തുപോലെന്ന് മനസ്സിലായി, അതുകൊണ്ട് ഇനിയിപ്പം ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, അല്ലെങ്കിലും ഞാൻ എന്തേലും കാണിച്ചു കഴിഞ്ഞാൽ ആ ഒന്നും ഗോവിന്ദന് ഇഷ്ടപ്പെടില്ല എന്ന് പറയാ. പെട്ടെന്ന് രേഖ പറഞ്ഞു, ഇങ്ങനെയൊന്നും പറയരുത്, ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ, ഗോവിന്ദന് നിന്നെ ശരിക്കും ഇഷ്ടമാക്കിയതു, ആ ഞങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യ, പിന്നെ രാധികാമയോ പ്രിയ എന്തേലും പറഞ്ഞു വെച്ചോണ്ട് നീ ഇവിടുന്ന് പോകേണ്ട കാര്യമില്ലെന്ന് പറയാ. ഈ സമയത്ത് ഗീത പറഞ്ഞില്ല, ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറയാ. ഈ സമയത്ത് കാഞ്ചന അവിടെ പുറത്ത് പതുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു, എന്താ സംഭവിക്കുന്ന അറിയാൻ വേണ്ടിയിട്ട്. ഓഹോ, അപ്പൊ ഗീതപ്പാപ്പ ഇവിടുന്ന് പോകുക, ഇത് എത്രയും പെട്ടെന്ന് തന്നെ ചെന്ന് പറയണം, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാഞ്ചനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടായിരുന്നു. അപ്പൊ കാഞ്ചന അവിടെ ഒന്ന് എത്തി നോക്കുന്ന കാര്യമൊക്കെ ഗീത കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കാഞ്ചന കേൾക്കാൻ വേണ്ടിയിട്ടാണ്. കാഞ്ചന കേട്ട അതപ്പൊ തന്നെ രാധികാമ്മയുടെ ചെവിയിലെത്തുന്നതും ഗീതുവിന് നന്നായിട്ടറിയാം. അങ്ങനെ താൻ ഇവിടുന്ന് പിണങ്ങി പോകുന്നതെന്ന് കരുതിക്കോട്ടെ, അതാണ് തനിക്ക് വേണ്ടതും. അങ്ങനെ കാഞ്ചന കുറെ സമയങ്ങൾ കേട്ടുന്നിട്ട് കാഞ്ചന അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയത്ത് ഗീത പറഞ്ഞു, അതെ ഞാൻ വെറുതെ പറഞ്ഞ പിണങ്ങി പോവാന്ന്, പിന്നെയോ പിണങ്ങി പോകുന്നല്ല, ഞങ്ങൾ രണ്ടും ഞാനും ഗോവിന്ദനും നാളെ യാത്ര പോവാന്ന് പറഞ്ഞു. യാത്ര പോവാ, അതെ, പക്ഷേങ്കില് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ശരിയാകത്തില്ല, അതുകൊണ്ട് ഇന്നേ ഞാൻ ഇവിടുന്ന് ഇറങ്ങുമെന്നാണ്. അല്ല ഇന്ന് എവിടെ പോകും, ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പോകും, പിന്നീട് നാളെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകുമെന്ന് പറയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു കാരണവശാൽ ആരും ഇതിവിടെ അറിയില്ലെന്ന് പറയാം. ഇത് കേട്ടൻ രേഖ പറഞ്ഞു, ആരും അറിയാനൊന്നും പോകുന്നില്ല, ധൈര്യമായിട്ട് പോയിട്ട് വരെ ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കും എന്ന് പറയാം. രഞ്ജുവും വളരെ ശരിയാ, എന്നാലും ഇത്ര കടന്ന കൈക്ക് ചിന്തിക്കുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ, നല്ല ഒറിജിനൽ അഭിനയമല്ലായിരുന്നോ, എല്ലാവരും അഭിനയത്തിൽ ഫ്ലാറ്റ് ആയിട്ടുണ്ട്, ഇനിയിപ്പം ആരും വിശ്വസിക്കാൻ പോകുന്നില്ല നിങ്ങൾ രണ്ടും ഒരുമിച്ചാ പോകുന്നുള്ള കാര്യം. പിന്നീട് ഗീത ബാഗൊക്കെ എടുത്തിട്ട് താഴേക്ക് വരുമ്പോഴത്തേനും പെട്ടെന്ന് കുതിച്ച്, നീയല്ലേ എങ്ങോട്ടാ പോണേ, എങ്ങോട്ട് പോണെന്ന് എനിക്കറിയാം, അതെ ഇനിയിപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറയാണ്. അല്ലെങ്കിൽ ഞാനിനി ഇവിടെ നിൽക്കുന്നത് എന്തിനാ, ഭാര്യയായിട്ട് ഞാനിവിടെ നിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ രണ്ടുപേരും വേർപിരിയേണ്ടവരല്ലേ എന്ന് ചോദിക്കണം. പ്രിയ പറഞ്ഞു, ഗീത ചേച്ചി പോവല്ലേ എന്ന് പറയണം. ഞാനിവിടെ നിൽക്കുന്നതിന് വലിയ കാര്യമൊന്നുമില്ല പ്രിയെ, അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാഗും തൂക്കി അങ്ങോട്ട് പോവാണ്. ഈ സമയം ഗോവിന്ദ വിളിച്ചിരിക്കുവാണ്, ഇവളുടെ അഭിനയം സൂപ്പർ ആയിട്ടുണ്ട്, രാധികാമ്മയ്ക്ക് അതും കൂടി ഇഷ്ടപ്പെട്ടു, കൊള്ളാം, ഇനിയിപ്പം കണ്ണൻ എന്തായാലും ആ പുറകെ പോകാൻ പോകുന്നില്ല. പെട്ടെന്ന് ഗോവിന്ദോട്, നീ പോവാണ് പോവാ, എന്ത് വേണം ചെയ്തോ, പക്ഷെ നിന്റെ പുറകെ ഞാൻ വരൂ നീ വിചാരിക്കേണ്ടെന്ന് പറയാ. ഇത് കേട്ടതും ഗീത പറഞ്ഞു, അല്ലേലും എന്റെ പുറകെ നിങ്ങൾ എന്തിനാ വരുന്നേ, നമ്മൾ തമ്മിലൊരു ബന്ധമില്ല, പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുക. അങ്ങനെ പറഞ്ഞിട്ട് ഗീത അങ്ങോട്ട് പോവാ. രാധികാമ്മയ്ക്ക് സന്തോഷമായി, അങ്ങനെ ഒരു ബാധ ഒഴിഞ്ഞിരിക്കുന്നു, ഇനി അധികം വൈകാതെ തന്നെ ഇവരുടെ ഡിവോഴ്സ് നടത്തണം. ഈ സമയത്ത് ഗോവിന്ദ മുറിയിലേക്ക് ചെന്നതിന് ശേഷം ഗീതനെ വിളിക്കുകയാണ്. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട് പെർഫോമൻസ്, അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നാളെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഇവിടുന്ന് വിടുന്നു. റിസോർട്ടൊക്കെ ഞാൻ നേരത്തെ ബുക്ക് ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടെ ആയിരിക്കും നമ്മൾ പോകുന്നത്, നമ്മുടെ ആദ്യരാത്രി നമ്മൾ അവിടെ ആയിരിക്കും ആഘോഷിക്കാൻ പോകുന്നത് പറയണം. ശരിയെന്ന് പറഞ്ഞിട്ട് ഗീത ഫോൺ വെക്കുക. പിന്നീട് ഗീത മനസ്സിൽ പറയാ, രാധികാമ്മയുടെ കഷ്ടകാലം തുടങ്ങിക്കഴിഞ്ഞു, 2 ദിവസമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ ഗോവിന്ദനെ സ്വന്തമാക്കാൻ പോവാ. രാധികാമ്മ കണ്ടു ഈ ഗീതുവിനോടാ രാധികാമ്മയുടെ കളി എന്ന് പറഞ്ഞിട്ട് ഗീത വണ്ടിയിലേക്ക് എന്ന് കയറുകയാണ്.
അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കാണ് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.